നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രൊയേഷ്യക്കെതിരെയുള്ള ബ്രസീൽ ടീമിൻ്റെ വിജയം 3-1 വിജയം. മികച്ച വിജയമാണ്. പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? വിശദമായൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനം 2 ഗോൾ അടിച്ച് രക്ഷപ്പെട്ടു പോയതിനാണോ താനിങ്ങനെ 3-1 തകർപ്പൻ ജയെന്നൊക്കെ പറയുന്നതെന്നൊക്കെ കമൻ്റ് ഇടാൻ ആൾ പോയിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഏതായാലും മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ടീമിനെ ഒരുക്കുന്ന പ്രക്രിയയിലാണ് ആഞ്ചലോട്ടി ഉള്ളത്. ഫ്രാൻസിനെതിരെ തന്നെ നല്ല രൂപത്തിലാണ് കളിച്ചത്. നമ്മൾ ആ റിവ്യൂവിൽ അത് പറഞ്ഞിരുന്നു. പിന്നെ ഒരു താരത്തെ എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആഞ്ചലോട്ടി ചെയ്യുന്നതൊക്കെ കുറ്റമാണ് എന്ന് പറയുന്നവന് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ടീമാണ് വലുത് എന്നത് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ബ്രസീൽ എത്തിയത് അനവധി പരിക്കുകളുമായിട്ടാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ആഞ്ചലോട്ടി അത് പറഞ്ഞു. ഇങ്ങനെ ഒരു ടീമിനെ അല്ല ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇറക്കാൻ താൻ ആഗ്രഹിച്ചത്. വേൾഡ് കപ്പിൽ ഫസ്റ്റ് മത്സരത്തിന് ഇറങ്ങുന്ന ആ പ്ലേയിങ് 11 പരീക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പരിക്ക് വലച്ചു കളഞ്ഞു. അതുകൊണ്ട് തനിക്ക് ഇതിനു മുമ്പ് പരിചയമില്ലാത്ത താരങ്ങളെ വിളിച്ചു, അവരെങ്ങനെയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാക്കി ഇതിനെ മാറ്റി എന്നാണ് കോച്ച് പറഞ്ഞത്. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു. ഈ 2 മത്സരങ്ങളിലായിട്ട് എല്ലാ താരങ്ങൾക്കും അതേ അവസരം കൊടുത്തു, എക്സെപ്റ്റ് ഗോൾ കീപ്പേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാ താരങ്ങളും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ്, ഇതൊരു പ്രോസസ്സാണ്. ആ അർത്ഥത്തിൽ മാത്രമാണ് ഈ കളി അദ്ദേഹം കാണുന്നത്. വേൾഡ് കപ്പിനായിട്ട് ബ്രസീൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന 2 കളികൾ തന്നെയാണ് കടന്നുപോയത്. പ്രമുഖ താരങ്ങളില്ലാതെ. അപ്പോൾ കഴിഞ്ഞ കളിയിൽ മാർക്കിഞ്ഞോസിൽ, ഈ കളിക്ക് മാർക്കിഞ്ഞോസ് വന്നു, ശരിയാണ്. എന്നാൽ മറ്റു താരങ്ങളോ, അലക്സാൻഡ്രോ, അദ്ദേഹം എന്തായാലും വേൾഡ് കപ്പിന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു താരമാണ്. അതുപോലെ തന്നെ ഗബ്രിയൽ മെഗല്ലസ് ഇല്ല, എദർ മിലിറ്റാവോ ഇല്ല, മധ്യനിരയിൽ ബ്രൂഡോ ഗുയിബേറസ് ഇല്ല. ഇവരൊക്കെ ബ്രസീൽ ടീമിൽ എന്തായാലും പരിക്കുന്ന പ്രശ്നങ്ങളില്ലെങ്കിൽ വേൾഡ് കപ്പിന് പോകാതിരിക്കുന്നവരാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. റോഡ്രിഗോ വേൾഡ് കപ്പിനേ ഉണ്ടാവില്ല, ആ രൂപത്തിലേക്ക് പരിക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ റാഫീഞ്ഞ ഈ കളിക്ക് കളിക്കാനില്ല. ഇങ്ങനെ സുപ്രധാന താരങ്ങളില്ലാതെ കളിച്ചതാണ് എന്നുകൂടി മനസ്സിലാക്കി. ഇറ്റ്സ് എ പ്രോസസ്സ്. വേൾഡ് കപ്പിന് മുമ്പ് ടീമിനെ ഒരുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൊയേഷ്യക്കെതിരെ ആദ്യ പകുതി നല്ലതായിട്ട് തന്നെ കളിച്ചത്. രണ്ടാം പകുതിയിൽ പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ, സബ്സ്റ്റിറ്റ്യൂഷൻ. സ്വാഭാവികമല്ല, കുറേ ആളുകൾ സബ്സ്റ്റിറ്റ്യൂഷൻ എറർ എന്നൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. ഇവിടെ ചങ്ങായിമാരെ, ഇത് എല്ലാ താരങ്ങളെയും കളിപ്പിക്കുന്ന, അല്ലാതെ ജയിക്കാൻ വേണ്ടി മാത്രമായിട്ട് കളിക്കുന്ന ഒരു കളിയല്ല. എല്ലാവരെയും കളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിൽ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എണ്ണമാണോ ഈ കളിയിലെ സബ്സ്റ്റിറ്റ്യൂഷൻ? ഇറ്റ്സ് എ ഫ്രണ്ട്ലി. അപ്പോൾ അത് തീരുമാനമെടുത്ത് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇറക്കാം എന്ന് തീരുമാനമെടുത്ത് അങ്ങനെ കളിപ്പിക്കുന്നൊരു കളിയാണെന്ന് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ആദ്യ 11 കഴിയാവുന്ന പോലെ മികച്ച ടീമിനെ തന്നെ അദ്ദേഹം ഇറക്കി. ഏതായാലും ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം കോച്ച് മാർക്കിഞ്ഞോസ്, ലിയോ പെരീര, ഡഗ്ലസ് സാന്റോസ്, ഇബാനസ് ഈ താരങ്ങളെ ഇറക്കും എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. അവരെ തന്നെ അദ്ദേഹം ഡിഫൻസിൽ ഇറക്കി. കാസിമിറോയും ഡാനിലോയും മധ്യനിരയിൽ, വിനിയും കുഞ്ഞയും ലൂയിസ് എൻട്രിക്കയും ജാവോ പെഡ്രോയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ. ഇതാണ് ബ്രസീൽ ടീമിൻ്റെ 11 ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും മനോഹരമായ ഒരു നീക്കം. അതിനൊടുവിലാണ് ബ്രസീലിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. ഡാനിലോയുടെ ഗോള് വിനി ജൂനിയറുടെ അസിസ്റ്റാണ്. നല്ലൊരു കൗണ്ടർ അറ്റാക്കാണ്. അത് മാത്യൂസ് കുഞ്ഞയിൽ നിന്നുള്ള ബോൾ വിനി ജൂനിയർക്ക് കിട്ടുന്നു. അദ്ദേഹം തൻ്റെ മികച്ചൊരു പ്രകടനം വഴി ഡാനിലോക്ക് അസിസ്റ്റും കൊടുക്കുന്നു, പന്ത് വലയിലേക്ക്. ദെൻ പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഡീസൻറ്റ് പെർഫോമൻസാണ് ബ്രസീലിൽ നിന്ന് വരുന്നത്. വിനി ജൂനിയർ നന്നായിട്ട് കളിച്ചു. ഡാനിലോയും ഇബാനസും ഒക്കെ അവരുടെ റോള് ഭംഗിയാക്കി ചെയ്തു എന്ന് നമുക്ക് പറയാവുന്നൊരു ഫസ്റ്റ് ഹാഫാണ് കടന്നുപോയത്. എന്നാൽ പലപ്പോഴും ബോൾ കയ്യിലുണ്ട്, ക്രിയേറ്റീവായിട്ട് നീക്കങ്ങൾ ഉണ്ടാക്കുന്നതിൽ പുറകിലേക്ക് പോകുന്നുണ്ടോ എന്ന തോന്നലുമുണ്ടായി. ഓഫ് ദി ബോളിൽ ബ്രസീൽ പൂറായിരുന്നു. ക്രൊയേഷ്യ ബ്രസീലിയൻ ബോക്സിലേക്ക് ഈസിലി കടന്നു കയറുന്ന ചില സന്ദർഭങ്ങളുണ്ടായി. കാസമിറോ സ്ട്രഗിൾ ചെയ്യുന്നതും കണ്ടു. ജാവോ പെഡ്രോ ഇന്ന് അത്ര മികച്ച പ്രകടനമല്ല നടത്തിയതെന്നുള്ളത് ഫസ്റ്റ് ഹാഫ് തന്നെ വ്യക്തമാണ്. രണ്ടാം പകുതിയിൽ പിന്നെ മാറ്റങ്ങളിലേക്ക് പോയി. ഫാബിഞ്ഞോയും കാസിമിറോയും ഒക്കെ നമുക്കറിയാമല്ലോ മാറ്റങ്ങൾ. ഇപ്പോൾ ഫാബിഞ്ഞോയെ ഇറക്കി കാസിമിറോയെ പിൻവലിച്ചുകൊണ്ട് ഇബാനസിനെ പിൻവലിച്ചിട്ട് ഡാനിലോയെ കൊണ്ടുവന്നു. പിന്നെ ഗബ്രിയൽ മാർട്ടിനെല്ലിയെ കൊണ്ടുവന്നു, വിനിയെ പിൻവലിച്ച്. ജാവോ പെഡ്രോയെ പിൻവലിച്ച് ഇഗോർ തിയാഗോയെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഡാനിലോയെ പിൻവലിച്ച് ആൻഡ്രി സാന്റോസിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നു. കൈക്ക് ഡഗ്ലസ് സാന്റോസിന് പകരം ലൂയിസ് എൻട്രിക്കയ്ക്ക് പകരം റയാൻ വന്നു. മാത്യൂസ് കുഞ്ഞയ്ക്ക് പകരം എൻട്രിക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിനിടയ്ക്ക് ക്രൊയേഷ്യ ഒരു ഗോൾ അടിച്ചപ്പോൾ ബ്രസീലിയൻ പേജസ് പോലും ആഘോഷിക്കുന്ന കാഴ്ച. അതിൻ്റെയൊക്കെ കാരണം അറിയാലോ. പക്ഷെ അവർക്ക് പിന്നെ മിണ്ടാട്ടം മുട്ടുന്ന കാഴ്ച. എൻട്രിക്കിൻ്റെ മാജിക്കൽ പെർഫോമൻസ്, അദ്ദേഹം വിൻ ചെയ്ത പെനാൽറ്റി, അത് ഇഗോർ തിയാഗോ ഗോളാക്കുന്നു.
പിന്നാലെ എൻട്രിക്കിൻ്റെ അസിസ്റ്റിന് ഗബ്രിയൽ മാർട്ടിനലിയുടെ ഗോൾ പിറക്കുന്നു. ആഞ്ചലോട്ടി വിശ്വാസം അർപ്പിച്ചവർ ആ ജോലി ഭംഗിയായിട്ട് ചെയ്ത് ബ്രസീലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ ഓരോ താരങ്ങളുടെയും പെർഫോമൻസ് എങ്ങനെയാണ്, ബ്രസീലിയൻ മാധ്യമങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, ഗ്ലോബോയുടെ ഒരു റേറ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് വിശദമായിട്ട് തന്നെയാണ്. ഗോൾ കീപ്പർ ബെൻഡോയെ റേറ്റ് ചെയ്യുന്നത് 4.5 റേറ്റിംഗ് കൊടുത്തുകൊണ്ടാണ്. അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തി. പക്ഷേ ആ ക്രൊയേഷ്യയുടെ ഗോളിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുവറായിട്ടൊരു പെർഫോമൻസാണ്. അദ്ദേഹം ഗോൾ പോസ്റ്റിന് മുന്നോട്ട് കയറി വന്നൊക്കെ വളരെ പുവളിയാണ്, അത് തടയാൻ പറ്റിയില്ല. ഏതായാലും അദ്ദേഹത്തിന് 4.5 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇബാനസ് തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുണ്ട്. മാർക്കിങ്ങിലും മറ്റുമൊക്കെ അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാഫ് വേക്ക് അപ്പുറം അദ്ദേഹം കടന്നു പോയില്ല എന്നുള്ളത് ശരിയാണ്. ഏതായാലും ഫസ്റ്റ് റൗണ്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു. 6 അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. ഡാനിലോ ലൂയിസ്, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മേയറിനെ എതിരാളികൾ ഗോളടിച്ച സമയത്ത് മാർക്ക് ചെയ്യേണ്ടത് ഡാനിലോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓൺ ഗോളാണോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അദ്ദേഹം ഡിഫൻസിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്തു. അറ്റാക്കിങ്ങിൽ വലിയ രൂപത്തിൽ ഒരു സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഡാനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുള്ള ആളാണ്. 5.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഡിഫൻഡർ ഡാനിലോയുടെ കാര്യമാണ് പറയുന്നത്. CB മാർക്കിഞ്ഞോസ് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, ഒരു സംശയവും വേണ്ട. നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയിൽ നിന്ന് അദ്ദേഹം റിക്കവർ ആയിട്ടുണ്ട്. ടീമിന് വേണ്ടി നല്ല രൂപത്തിൽ അദ്ദേഹം പൊസിഷൻ എടുത്തു, ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തു, ഇൻ്റർസെപ്ഷൻസ് നടത്തി. ബ്രസീലിയൻ ഡിഫൻസിൽ നന്നായിട്ട് കളിച്ചു. 6 അദ്ദേഹത്തിന് കൊടുത്ത റേറ്റിംഗ്. ലിയോ പെരീര, ക്രൊയേഷ്യയുടെ ഗോളിലേക്ക് വന്നിട്ടുള്ള നീക്കം, അതിൽ അപ്ഫീൽഡിൽ ബോൾ ചേസ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹം അതിൽ ഫെയിലായി. അദ്ദേഹം സ്പേസ് കൊടുത്തു. അതിലൂടെയാണ് എതിരാളികൾ കടന്നു കയറുന്നത്. ബാക്കി ഗെയിമുകളിൽ അദ്ദേഹം ബാക്കി മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. 5.5 അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. ഡഗ്ലസ് സാന്റോസ് ഒരിക്കൽ കൂടി അദ്ദേഹം നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡിഫൻസിൽ തന്നെ നിൽക്കാനാണ് ശ്രമിച്ചത്. മിഡ്ഫീൽഡ് കടന്ന് അദ്ദേഹം പോകുമ്പോൾ കാര്യങ്ങൾ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. മിസ്പ്ലേസ്ഡ് പാസസ് ഒന്നും കൊടുത്തില്ല. അങ്ങനെ നല്ല രൂപത്തിലുള്ള പെർഫോമൻസ്. 6 അദ്ദേഹത്തിനുള്ള റേറ്റിംഗ്. അതേസമയം കൈക്കി ബ്രൂണോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നയാളാണ്. അധികം സമയമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിസ്റ്റേക്സ് ഒന്നും അദ്ദേഹം വരുത്തിയിട്ടുമില്ല. 5.5 അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. കാസമിറോ ആസ് യൂഷ്വൽ അദ്ദേഹം ഒരുപാട് റൺ ചെയ്തു, ബോളുകൾ റിക്കവർ ചെയ്തു, സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ചില ഘട്ടങ്ങളിൽ അറ്റാക്കിംഗ് ഹാഫിലേക്ക് അദ്ദേഹം തൻ്റെ കോൺട്രിബ്യൂഷൻസ് നടത്തി. ഇങ്ങനെയുള്ള അദ്ദേഹം സാധാരണ ചെയ്യാറുള്ള ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. 6 അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഫാബീഞ്ഞോ സബ്സ്റ്റിറ്റ്യൂഷൻ റോളിൽ വന്നതാണ്. കുറച്ച് സമയം മാത്രമുള്ള ഒരു ഷോ ആയിരുന്നു. പക്ഷേ സീരിയസ് ആയിട്ടുള്ളൊന്നും അദ്ദേഹത്തിൽ നിന്ന് എടുത്ത് പറയാനില്ല. ഏതായാലും 5.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഡാനിലോ സാന്റോസ്, യെസ് മികച്ച പ്രകടനം. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവസരം ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. മിഡ്ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബ്രസീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏതായാലും ഡാനിലോയുടെ ഒരു ഗോളും വന്നു. സോ അദ്ദേഹത്തിന് ബ്രസീലിൻ്റെ ഈ കളിയിൽ ആദ്യ ഗോൾ അദ്ദേഹത്തിൻ്റെ വക. 7.5 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. മികച്ച പ്രകടനം. ആൻഡ്രി സാന്റോസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നാണ്. അധികമൊന്നും ബോൾ ടച്ച് ചെയ്തിട്ടില്ല. ഡിഫൻസിൽ കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യാനൊക്കെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. 5.5 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ലൂയിസ് എൻട്രീക്കെ ഒരു പക്ഷേ ഈ ഫിഫ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിനായിട്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരാളാണ്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് വേണം വിചാരിക്കാൻ. ക്രൊയേഷ്യൻ ഡിഫൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങുകളും റണ്ണുകളും ഒക്കെ വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. 7 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. റയാന് തീർച്ചയായിട്ടും മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരികയാണ് കോച്ച് ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു പന്ത് വലയിലേക്ക്, പക്ഷേ എത്തിക്കാൻ പറ്റില്ല. ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ തടഞ്ഞു. 6.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. മാത്യസ് കുഞ്ഞ വിതൗട്ട് ദി ബോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു ഈ കളിയിൽ മാത്യസ് കുഞ്ഞയുടേത്. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായമുണ്ടായിരുന്നു. അത് വിനി ജൂനിയർക്ക് കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കുകയും ചെയ്തു. 35th മിനിറ്റിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗ്രേറ്റ് പാസ് അദ്ദേഹം ജാവോ പെഡ്രോക്ക് കൊടുത്തു. പക്ഷേ പെഡ്രോയുടെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 7 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. എൻട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നയാളാണ്. ആ 10-14 മിനിറ്റ് കൊണ്ട് കളിയാകെ മാറ്റിമറിച്ചു. ഒരു ഗോളിനുള്ള അസിസ്റ്റ് കൊടുത്തു. ഒരു പെനാൽറ്റി അദ്ദേഹം വിൻ ചെയ്തു. 7 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്.
പിന്നെ ജാവോ പെഡ്രോ ഒരു പക്ഷേ മുന്നേറ്റ നിരയിൽ നിരാശപ്പെടുത്തിയൊരു കളിക്കാരൻ ജാവോ പെഡ്രോ ആയിരുന്നു. അധികമൊന്നും അറ്റാക്കേഴ്സിൽ അധികമൊന്നും ഇൻവോൾവ് ആവാതെ കളിച്ചിട്ടുള്ള ഒരു കളി അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഗോളാക്കാൻ കഴിഞ്ഞില്ല. 5.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഇഗോർ തിയാഗോ പെനാൽറ്റി എടുത്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സ്കിൽ ഒരിക്കൽ കൂടി കണ്ടു. എൻട്രിക്ക് വിൻ ചെയ്ത പെനാൽറ്റിയാണ്, അത് അദ്ദേഹത്തിന് കൊടുത്തതിൽ ചില ആരാധകരൊക്കെ കൂന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയ അവസരം അദ്ദേഹം മുതലാക്കി തൻ്റെ ബ്രസീൽ ടീമിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഗോൾ നേടുകയും ചെയ്തു. 6.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. 7 വിനി ജൂനിയർക്ക് 7 റേറ്റിംഗ്. കാരണം വിനി ഗുഡ് പെർഫോമൻസ് ആണ്, ലെഫ്റ്റ് വിങ്ങിൽ ഗുഡ് പെർഫോമൻസ് ആണ്. ഇനിയിപ്പോൾ ഇത് ചിലർക്ക് അങ്ങ് കാണില്ല, അത് ചില ആളുകൾ അങ്ങനെയാണ്, അത് കാണേണ്ടവർ കാണുന്നുണ്ട്. സോ ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി, നല്ല പാസിംഗ് കോമ്പിനേഷൻസും ഒക്കെ നടത്തി, നല്ല റൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക മികച്ചൊരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. 7 വിനിക്ക്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ കൊടുക്കുന്ന റേറ്റിംഗ്, ബ്രസീലിയൻ പബ്ലിക്കിന് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് 10-7. മികച്ച പ്രകടനമാണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ഒരു റീസണബിൾ പെർഫോമൻസ് ആണെന്ന് പറയാം. സ്റ്റോപ്പേജ് ടൈമിൽ അദ്ദേഹം മിന്നിയിട്ടുണ്ട്. മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവസരം അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു. 7 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഇനി കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എറർ എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ചങ്ങാതിമാരെ, ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്ലി മത്സരമാണ്, എല്ലാവരെയും കളിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് കളിച്ചൊരു കളിയാണ്. പക്ഷേ കളി ജയിച്ചിട്ടുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആഞ്ചലോട്ടിക്ക് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ കൊടുക്കുന്ന വിലയിരുത്തൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്താണെന്ന് നോക്കാം. അദ്ദേഹം ഗ്ലോബോയുടെ വിശദീകരണമാണ്. വേൾഡ് കപ്പിന് തൊട്ടു മുമ്പുള്ള ഈ ഫ്രണ്ട്ലി അദ്ദേഹം ഒബ്സർവേഷൻസിന് വേണ്ടി, കളിക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. എല്ലാ പ്ലെയേഴ്സിനും, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്ലെയേഴ്സിനും അദ്ദേഹം അവസരം കൊടുത്തു, എക്സെപ്റ്റ് ഗോൾ കീപ്പേഴ്സ്. തീർച്ചയായിട്ടും കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ഫ്രാൻസിനെതിരെ കളിച്ചതിനേക്കാൾ ഇപ്പോൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. 10-6 അവർ കൊടുക്കുന്ന റേറ്റിംഗ്. ഇത് 6, 7, ഈ 5 മുകളിൽ കൊടുക്കുന്ന റേറ്റിംഗ് ഒക്കെ മികച്ച റേറ്റിംഗ് എന്ന രൂപത്തിലാണ് ഗ്ലോബോയുടെ റേറ്റിംഗ് വരുന്നത്. അല്ല നമ്മൾ sofascore.com കാണുന്ന പോലെയുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റം അല്ല അവർക്കുള്ളത്. അപ്പം 6, 7 ഒക്കെയാണ് വലിയ റേറ്റിംഗ്. 6, 7, 8 ഒന്നും ഇതിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ആ രൂപത്തിലുള്ള പെർഫോമൻസാണ്. നന്നായിട്ട് കളിച്ചിട്ടുള്ള ഡാനിലോക്ക് 7.5 കൊടുത്തത്, മിഡ്ഫീൽഡർ ഡാനിലോക്ക്. അപ്പോൾ അത് നോക്കണം, എൻട്രിക്കിനൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. സോ മോശമല്ലാത്തൊരു പെർഫോമൻസ് നടത്തി കാർലോ ആഞ്ചലോട്ടി എന്ന് തന്നെയാണ് ബ്രസീലുകാർ വിലയിരുന്നത്. പിന്നെ ബ്രസീലുകാരേക്കാൾ ബ്രസീലിയൻ ടീമിനെ അറിയുന്നവരും ആഞ്ചലോട്ടിയേക്കാൾ ഫുട്ബോൾ അറിയുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് എന്ത് പറയും, ഇവിടുത്തെ എക്സ്പേർട്സ് എന്ത് നമുക്കറിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫ്ലെക്സിബിൾ എത്താം.